സിനിമകളിലെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും ദളപതി വിജയുടെ ഗോട്ട് നൽകുകയെന്നാണ് സംവിധായകൻ വെങ്കട് പ്രഭു പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടി എത്തുകയാണ്. ഹോളിവുഡിലെ എക്കാലത്തെയും വിജയ ചിത്രമായ അവതാറിന്റെ ഉൾപ്പെടെയുള്ള VFX വർക്കുകൾ പൂർത്തിയാക്കിയ ടീമാണ് ഗോട്ടിന്റെ VFX ജോലികൾ നിർവഹിക്കുക എന്ന ത്രില്ലടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുള്ളത്. പ്രാധാന്യമുള്ള ചിത്രമാണ് ഗോട്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ടീം സിനിമയിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് നിർമ്മാതാവ് അറിയിച്ചിരിക്കുന്നത്. ഗോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 19കാരനായി വിജയ് എത്തുന്നു എന്നതാണ്. മീനാക്ഷി ചൗധരി, ജയറാം, സ്നേഹ, ലൈല, പ്രശാന്ത്, യോഗി ബാബു, VTV ഗണേഷ്, അജ്മൽ അമീർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. വെങ്കട് പ്രഭു ദളപതി 68 എന്ന ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ 19കാരനായി വിജയ് എത്തുമെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. വെങ്കട് പ്രഭു ചിത്രത്തിൽ ആദ്യമായാണ് വിജയ് നായകനായി എത്തുന്നത്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വിജയെ ചെറുപ്പക്കാരനാക്കി മാറ്റുക എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റിനൊപ്പം തന്നെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തു വന്നിരുന്നു. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര്. ടൈം ട്രാവൽ ചിത്രമായിരിക്കും എന്ന സൂചനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ആദ്യം മുതലേ പുറത്തു വന്നിട്ടുള്ളത്. 2 ജനറേഷനുകളിലുള്ള വിജയെ കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തുവിട്ടത്. ഫസ്റ്റ് ലുക്കിൽ വിജയ് ഡബിൾ റോളിലാണ് എത്തുന്നത് എന്ന് വ്യക്തമാക്കുകയും സെക്കൻഡ് ലുക്കിൽ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉൾപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ലുക്കിൽ ബൈക്കിലിരുന്ന് തോക്കുപയോഗിച്ച് വെടിവെക്കുന്ന പ്രായമായ വിജയെയും ചെറുപ്പക്കാരനായ വിജയെയും ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന ഗാനവും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ടൈം ട്രാവലിനൊപ്പം ആക്ഷൻ ത്രില്ലർ കൂടിയാണ് ഗോട്ട്. സാധാരണയായി സിനിമകളിൽ കണ്ടിട്ടുള്ളത് പഴയ കാലത്തിലേക്കുള്ള ടൈം ട്രാവലാണ്. ഈ സിനിമയിൽ ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ ആയിരിക്കും കാണിക്കുക എന്നാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരം. പോസ്റ്ററുകൾ കണ്ടതോടെ ആരാധകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് വിജയുടെ ചെറുപ്പക്കാരനായിട്ടുള്ള ലുക്കാണ്. ഈ മേക്ക് ഓവറിന് പിന്നിൽ 2 കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത്. അതിലൊന്ന് ഡിജിറ്റൽ ഡി-ഏജിംഗ് സാങ്കേതികതയാണ്. ടെക്നോളജിയുടെ സഹായത്തോടെ വിജയുടെ ചെറുപ്പം പുനരാവിഷ്കരിക്കുന്ന രീതിയാണിത്. മറ്റൊന്ന് പ്രോസ്തെറ്റിക് മേക്കപ്പ് ഉപയോഗിച്ച് വമ്പൻ ചിലവിൽ വിജയെ ചെറുപ്പക്കാരനാക്കി മാറ്റുക എന്നതാണ്. ഏകദേശം 6 കോടിയോളം വിജയുടെ മേക്ക് ഓവറിന് വേണ്ടി നിർമ്മാതാക്കൾ ചിലവഴിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം റെക്കോർഡ് പ്രതിഫലമാണ് ചിത്രത്തിൽ വിജയ് വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളും കോളിവുഡിൽ പ്രചരിക്കുകയാണ്. 200 കോടിയോളം ഈ ചിത്രത്തിന് വേണ്ടി വിജയ് പ്രതിഫലം വാങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ തിരുവനന്തപുരത്ത് ചിത്രീകരിച്ചിരുന്നു. സെപ്റ്റംബർ 5-നായിരിക്കും ഗോട്ടിന്റെ റിലീസ് എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. വിജയുടേതായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വാരിസും ലിയോയും മികച്ച കളക്ഷൻ നേടിയിരുന്നു. വാരിസ് സമ്മിശ്ര പ്രതികരണമാണ് നേടിയതെങ്കിലും ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടി. ഒപ്പം എത്തിയ അജിത്തിന്റെ ചിത്രം തുനിവിനേക്കാൾ കൂടുതൽ കളക്ഷൻ വാരിസ് സ്വന്തമാക്കിയിരുന്നു. പിന്നീട് ലോകേഷ് കനകരാജിന്റെ ലിയോയും വൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടുകയും ചെയ്തു. ഗോട്ട് ഒരു എക്സ്പെരിമെന്റൽ മൂവി ആയിരിക്കുമെന്നും 2024-ലെ വിജയുടെ ഹിറ്റ് ചിത്രമായി മാറും എന്നുമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.